നമസ്കാരം. CPIയെ പുറത്താക്കും, ഒറ്റയ്ക്ക് ഭരിക്കാൻ ഒരുങ്ങി CPM. മൂന്നാം ഊഴത്തിന് കച്ചമുറുക്കി CPM ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. പാർട്ടി ലക്ഷ്യം വെക്കുന്നത് തനിച്ച് ഭൂരിപക്ഷം നേടുവാനും ഒറ്റയ്ക്ക് ഭരിക്കാനുമുള്ള തന്ത്രം മെനയാനാണ്. പിണറായി സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു മുഖം മിനുക്കലിന് തയ്യാറെടുക്കുകയാണ് എന്ന് പറയാം. ഈ വർഷം അവസാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ സംസ്ഥാനത്ത് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മരുമകൻ ഭരണമെന്ന വികാരം മാറ്റേണ്ടതുണ്ട് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക്. കൂടാതെ വികട സരസ്വതി സൃഷ്ടിക്കുന്ന പ്രതിസന്ധി അകറ്റാൻ സജി ചെറിയാനെ അടക്കം മാറ്റിപ്രതിഷ്ഠിക്കുവാൻ തയ്യാറെടുക്കുകയാണ് പിണറായി വിജയൻ. ഏതാനും നാളായി ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് എങ്കിലും പ്രദീപ് കുമാർ അപ്രതീക്ഷിതമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടതോടെ പുനഃസംഘടനാ ചർച്ച വീണ്ടും സജീവമാവുകയാണ്. ക്ലീൻ ഇമേജുള്ള ജനപിന്തുണയുള്ള നേതാവായ പ്രദീപ് കുമാറിനെ തൻ്റെ ഓഫീസിലെത്തിച്ച് മുഖ്യമന്ത്രിയും CPMഉം ലക്ഷ്യമിടുന്നത് മുഖം മിനുക്കലാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുകയാണ്. ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എന്ന് മറന്നു പോകരുത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള പുനഃസംഘടനയായിരിക്കും നടക്കാൻ പോകുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും കൂടി ആലോചിച്ച് നടപ്പിലാക്കുക. സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുവാൻ 1 വർഷം അവശേഷിക്കെ ഇനിയൊരു അഴിച്ചുപണിക്ക് പിണറായി വിജയൻ തയ്യാറെടുക്കുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രദീപ് കുമാറിൻ്റെ നിയമനത്തോടെ മാറ്റങ്ങൾ വരുമെന്ന വാദത്തിനിതാ ബലമേറുകയാണ്. തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അധികാരം തിരിച്ചുപിടിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് UDFും നേതൃമാറ്റത്തിലേക്ക് നീങ്ങിയത് നമ്മൾ കണ്ടതാണ്. K. സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റാക്കിയത് പാർട്ടിക്ക് പുതുജീവൻ നൽകി തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ പര്യാപ്തമാക്കാൻ വേണ്ടിയാണ് എന്നാണ് അവരുടെ വാദം. അതല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള അവരുടെ സുനിൽ കനഗോലുവും ദീപാദാസ് മുൻഷിയും അടക്കമുള്ളവരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകിയതോടുകൂടിയാണ് ഹൈക്കമാൻഡ് സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കുകയും പുതിയ നിയമനങ്ങൾ നടത്തുകയും ചെയ്തത്. കണ്ണൂരുകാരനായ സുധാകരന്റെ വിശ്വസ്തൻ സണ്ണി ജോസഫിനെ തലപ്പത്ത് എത്തിച്ചതോടെ പിണറായി വിജയന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. കോൺഗ്രസ് ഒരു ഭാഗത്ത് മുഖം മിനുക്കുമ്പോൾ മന്ത്രിസഭയിൽ മുഖം മിനുക്കലിനാണ് CPM ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. കാരണം LDFന് തുടർച്ചയായിട്ടുള്ള ഒരു 3ാം ടേം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം അത്രത്തോളം ജനത്തെ വെറുപ്പിച്ചിട്ടുണ്ട് ഈ മന്ത്രിസഭ എന്നുള്ളതാണ്. പിണറായി വിജയന്റെ പിൻഗാമി ആരായിരിക്കുമെന്ന് ചോദ്യം 2021 അദ്ദേഹം LDFനെ തുടർച്ചയായി 2ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചത് മുതൽ കേരളം കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസിന്റെ പേര് ഈ സ്ഥാനത്തേക്ക് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അതിനെ ചൊല്ലി രാഷ്ട്രീയ എതിരാളികളുടെ ആക്ഷേപത്തിനും പരിഹാസത്തിനും പുറമെ ട്രോളുകൾ വരെ ഉയരാറുണ്ട് എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖ്യ പ്രചാരണ ആയുധങ്ങളിലൊന്നും മരുമകനെ ചുറ്റിപ്പറ്റിയായിരിക്കുമെന്ന് ഉറപ്പാണ്. മുതിർന്ന നേതാക്കളെ മറികടന്നാണ് റിയാസിനെ മന്ത്രിസഭയിൽ എത്തിച്ചതെന്ന വിമർശനവും പലവരും എതിരാളികൾ ഉന്നയിച്ചതുമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് റിയാസിനെ മാറ്റിയാൽ അപ്പോൾ ഈ ദിശയിലുള്ള ആരോപണങ്ങളൊക്കെ താനെ കൊഴിഞ്ഞു പോകുമെന്നുള്ള ഒരു ചിന്തയിലാണ് CPMഉം പിണറായിയും. 2ാം പിണറായി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം വിമർശനമുയർന്നത് മുഹമ്മദ് റിയാസിന് ലഭിക്കുന്ന അമിതമായിട്ടുള്ള പരിഗണന സംബന്ധിച്ചായിരുന്നു. അതായത് റിയാസിനെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയാക്കി എന്നതിലുപരി മറ്റു വകുപ്പുകളുടെയും ഭരണകാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടുന്നു എന്നുള്ള ആക്ഷേപം കൂടി വ്യാപകമായിട്ടുണ്ടായിരുന്നു. പാർട്ടിയിലെ സീനിയർ നേതാവും മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമൊക്കെ ആയ K. രാധാകൃഷ്ണന് മന്ത്രിസഭയിൽ ഇടം ലഭിച്ചുവെങ്കിലും താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയത്, അദ്ദേഹത്തെ ഒതുക്കിയത്. സീനിയോറിറ്റിയുള്ള നേതാവാണ്. അത്തരമൊരു സാഹചര്യത്തിൽ താരതമ്യേന ജൂനിയറായ മുഹമ്മദ് റിയാസിന് സുപ്രധാന വകുപ്പുകൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പാർട്ടിയിലും പൊതുസമൂഹത്തിലും വിമർശനം ഉയരുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ പരാതികൾക്കാണ് ഇപ്പോൾ CPM പരിഹാരം കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊപ്പം മന്ത്രി സജി ചെറിയാന്റെ കാര്യത്തിലും ഒരു തീരുമാനം വേണമെന്ന അഭിപ്രായമാണ്
CPM-ലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗമടക്കം പല വിവാദങ്ങളിൽ ചെന്ന് ചാടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ വലിയ വിശ്വസ്തനാണ് മന്ത്രി സജി ചെറിയാൻ എന്ന് പറയപ്പെടുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയും അദ്ദേഹത്തിനൊപ്പം നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. റിയാസിനൊപ്പം സജി ചെറിയാനെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടിയിൽ ഇരുവർക്കും കൂടുതൽ ചുമതലകൾ നൽകുകയാണ് ഇപ്പോൾ ഇവർ ലക്ഷ്യമിടുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനെ മലബാർ മേഖലയിൽ പാർട്ടി സംഘടനാ ചുമതല നൽകാൻ പോകുന്നു. ഇതിലൂടെ മലബാറിലെ മുസ്ലിം വിഭാഗത്തിൽ പാർട്ടിക്ക് സ്വാധീനം ഉറപ്പിക്കുവാനാണ് CPM ശ്രമിക്കുന്നത്. പാർട്ടിയിലെ പ്രമുഖ നേതാവ് എന്ന നിലയിൽ മലബാറിൽ മുസ്ലിം ജനവിഭാഗത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ചുമതല കൂടി മുഹമ്മദ് റിയാസിന് നൽകാൻ പോവുകയാണ്. ഇനി മധ്യ തിരുവിതാംകൂറിൽ CPM-നെ ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ക്രിസ്ത്യൻ ജനവിഭാഗത്തെ പാർട്ടിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുവാനുള്ള ചുമതലയാകും സജി ചെറിയാന് നൽകാൻ പോകുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ചർച്ചകളൊക്കെ സജീവമാകുന്നുണ്ട്. ആ സജീവമാകുമ്പോഴും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതായിരിക്കും. അതിനുശേഷം മാത്രമേ തീരുമാനങ്ങളിലേക്ക് എത്തൂ. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്നാണ് MV ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ആ സമയമാണ്. അപ്പോൾ ഇതോടെ സ്പീക്കറായിരുന്ന MB രാജേഷ് പകരം മന്ത്രിയാവുകയും AN ഷംസീർ സ്പീക്കറാവുകയും ചെയ്തു. ഷംസീറിന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടതായിട്ട് ചില ആക്ഷേപങ്ങളൊക്കെ ആ സമയത്ത് ഉയരുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി ഒരു പരിഹാരമായി ഷംസീറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും കൂടാതെ ഷംസീർ സ്പീക്കർ പദവിയിൽ നിന്ന് മാറ്റിയാൽ അല്ലെങ്കിൽ മാറി മന്ത്രിയാവുകയാണെങ്കിൽ മുൻ മന്ത്രി KK ശൈലജയെ സ്പീക്കറാക്കും എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശൈലജ സ്പീക്കറായാൽ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയായിരിക്കും അവർ. മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കുവാനും ഷംസീറിന്റെ മന്ത്രിസഭയിലെ സാന്നിധ്യം CPM-ന് തുണയാകും. സജി ചെറിയാൻ ഒഴിഞ്ഞാൽ പകരം ആലപ്പുഴക്കാരനായ PP ചിത്തരഞ്ജൻ വന്നേക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ, K ആൻസലൻ എന്നിവരുടെയൊക്കെ പേരുകളുമൊക്കെ ഈ മന്ത്രിമാരുടെ പരിഗണിക്കപ്പെടുന്ന ലിസ്റ്റുകളിലുണ്ട്. മന്ത്രിസഭയിൽ പട്ടികജാതി നാടാർ വിഭാഗങ്ങൾക്ക് നിലവിൽ വലിയ പ്രാതിനിധ്യം ഇല്ല. പട്ടികജാതി പട്ടികവർഗ വകുപ്പുണ്ടെങ്കിലും അതിൻ്റെ മന്ത്രി പട്ടികവർഗക്കാരനായ OR കേളുവാണ്. ഈ സാഹചര്യത്തിൽ കോങ്ങാട് MLA ആയിട്ടുള്ള K ശാന്തകുമാരിയെ മന്ത്രിസഭയിൽ എത്തിക്കുന്നത് പരിഗണിച്ചേക്കും എന്നും അറിയാൻ കഴിയുന്നു. കൂടാതെ നാടാർ സമുദായത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന് ഏറെക്കാലമായുള്ള ആവശ്യവുമാണ്. അത് ചിലപ്പോൾ ഈ നെയ്യാറ്റിൻകര MLA ആയിട്ടുള്ള K ആൻസലിനെ മന്ത്രിസഭയിൽ എത്തിക്കുന്നതിനുള്ള പരിഗണന നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും പൂർത്തീകരിക്കും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ പല മണ്ഡലങ്ങളിലും നിർണായകമായിട്ടുള്ള ശക്തിയായിട്ടുള്ള നാടാർ സമുദായത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയാൽ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ അത് CPM-ന് ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലുകളിലേക്ക് പോവുകയാണ്. പ്രാദേശിക മത സാമുദായിക സന്തുലനം ഉറപ്പാക്കി തിരഞ്ഞെടുപ്പിന് നേരിടുക എന്ന തന്ത്രം മുറുകെ പിടിച്ചുകൊണ്ടാണ് മന്ത്രിസഭാ പുനഃസംഘടന ഇപ്പോൾ ആലോചനയിലേക്ക് എത്തുന്നത് എന്ന് പറയാം. കൂടാതെ സമ്മർദ്ദത്തിലാക്കുന്ന ഘടകകക്ഷികളെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരണമുറപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി പാർട്ടിക്കും പിണറായി വിജയനുമുണ്ട് എന്നുള്ളതാണ്. ഒപ്പം CPI എന്ന തിരുത്തൽ ശക്തിയെ മുന്നണി സംവിധാനത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക എന്ന ഒരു ഹിഡൻ അജണ്ട കൂടി ഈ മുഖം മിനുക്കലിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. CPIക്ക് മുന്നിൽ ഇനി മുട്ടുമടക്കരുത് എന്ന ഒരു ഉറച്ച തീരുമാനത്തിന്റെ യാത്രയുടെ തുടക്കമാണ് ഇത് എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരെയും വെറുപ്പിച്ച് ഭരിക്കുന്ന ഈ മുന്നണി മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്നുണ്ടേൽ അതിവരുടെ കഴിവോ ജനങ്ങളുടെ അംഗീകാരമോ കൊണ്ടല്ല, മറിച്ച് കോൺഗ്രസിന്റെ കഴിവുകേടും തമ്മിലടിയും മൂലം മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ പാർട്ടിയിലെയും ഭരണത്തിലെയും പേരുദോഷങ്ങൾ മാറ്റാൻ CPM ഒരുങ്ങുന്നത് ഭയം കൊണ്ടാണ്. ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം ഈ അവസരം മുതലാക്കാൻ CPM-ന് കഴിയും. കാരണം കോൺഗ്രസിന്റെ ദൗർബല്യം അത് മുതലെടുത്താൽ മാത്രം മതി അവർക്ക് വിജയിച്ചു കയറാൻ. ഇതിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭാ പുനഃസംഘടന മുതൽ പദ്ധതികളുടെ പൂർത്തീകരണം വരെ വിപുലമായിട്ടുള്ള പദ്ധതികളാണ് CPM അണിയറയിൽ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ അടക്കം പാർട്ടി ഉപയോഗപ്പെടുത്താൻ പോകുന്നു. ചെയ്തു കൂട്ടിയ തെറ്റുകളെ മറച്ചു പിടിക്കുവാനും ജനങ്ങളെ ഇത്രത്തോളം ദ്രോഹിച്ച ഒരു സർക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുവാനും ഒരിക്കലും ജനങ്ങൾ തയ്യാറാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ചില ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ പോകുന്നത്. മാത്രമല്ല സ്വന്തം മരുമകനെയും വിടുവായത്തം പറഞ്ഞ സജി ചെറിയാനെയും ഒക്കെ വെട്ടിനിരത്തുകയും CPI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ
ഇടത് മുന്നണിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട കൂടി ഈ മുഖം മിനുക്കലിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരും ഞെട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.